ഹലോ, അവളിവിടെ വന്നിരുന്നു. ആര് ആര് വന്നു? കൃഷ്ണമൂർത്തി അല്ലേ ലൈനില്? ഞങ്ങൾക്കറിയായിരുന്നു പുറത്തിറങ്ങിയ അങ്ങോട്ടേക്കൊരു വിളി പോവുമെന്ന്. സാധാരണ അതാണല്ലോ ഒരു പൊതു രീതി. ഞങ്ങള് താമസിയാതെ അങ്ങോട്ടും കൂടി ചെല്ലുമെന്ന് പറഞ്ഞേക്കണം മാഡം, കേട്ടാ? അപ്പോ വിളി നടക്കട്ടെ. അമ്മേ വാ, നമുക്ക് പോ. ഹലോ ഹലോ, ഞാൻ പിന്നെ വിളിക്കാം. മോളെ, നമ്മുടെ ആവേശം പൊടിക്കങ്ങ് കൂടിപ്പോയോ? ഏയ്, ഇത്ര ആവശ്യമൊക്കെ വേണോ അമ്മേ? അവരാകെ അങ്ങ് വിയർത്തു. സത്യം പറയാം, മോളുടെ കയ്യിലിരുന്ന ഈ തോക്ക് ഒരു യഥാർത്ഥ തോക്കാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ ഈ തോക്ക് വാങ്ങി അവളെ ഞാൻ കൊന്നേനെ. എന്താ അമ്മേ? എന്നെ താലി കെട്ടിയ അയാളും ഇവളും തുല്യ പങ്കാ ദുഷ്ടത കാണിക്കുന്ന കാര്യത്തില്. എന്നെ പോലെ ഒരാളെ എന്തിനാ കണ്ണീര് കുടിപ്പിച്ചത്? സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ സ്വാഗരനെയും വഞ്ചിച്ചില്ലേ? രണ്ടിനെയും കൊല്ലണോ എനിക്ക്? മോള് നോക്കിക്കോ, ഈ രീതിയിൽ അവളുടെ ജീവിതം ഞാൻ തോലയ്ക്കും, എന്നിട്ട് രണ്ടിനെയും കൊല്ലും. അമ്മേ, ഒറ്റയടിക്ക് കൊന്ന അതിലൊരു ത്രില്ലില്ല. കൊല്ലാതെ കൊല്ലണം, അതല്ലേ അതിന്റെ ഒരു രസം. ഇപ്പൊ തന്നെ നോക്കണം, ഇന്ന് ആ രേണുകയ്ക്കും കൃഷ്ണമൂർത്തിക്കും ഉറക്കം കാണില്ല. ഒറ്റയടിക്ക് കൊന്ന അവരെന്നേക്കുമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോവില്ലേ? അമ്മ സമാധാനായിട്ടിരിക്കെ. അമ്മയുടെ കൂടെ ദേ ഈ മോളുണ്ട്. നമ്മളോടൊപ്പം ശക്തിയുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി മോളെ. അമ്മേ, നമുക്ക് നമ്മുടെ കുമാരനെ കാണണ്ടേ? മോള് പറഞ്ഞതൊക്കെ സത്യാണല്ലോ അല്ലേ? അവനെ കുറിച്ച് കിട്ടിയ തെളിവുകളെല്ലാം കൃത്യാണല്ലോ? 100% കൃത്യം അമ്മേ. പക്ഷെ അവന്റെ വീട് മാത്രം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബാക്കിയൊക്കെ ഞാൻ ശേഖരിച്ചു, എല്ലാം സത്യ. എങ്കിൽ അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ട്. എന്ത്? തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നോ? കമ്പനി സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നോ? അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചുകൂടായിരുന്നു? ഇതൊരു വലിയ വാർത്തയായ ആർക്കാ കുഴപ്പം? മാധ്യമങ്ങൾ ഓരോന്ന് ചികഞ്ഞെടുക്കും. പല കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് നമ്മൾ തന്ത്രപരമായി എങ്ങനെയും സുധാമണിയെ സ്വാധീനിക്കണമെന്നാ. സുധാമണിയെ മാത്രമല്ല, ആ അപർണയും വശത്താക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ കുഴയും, അതെനിക്ക് ഉറപ്പാ. 2 കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നില്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ സ്വാധീനിക്കുക. ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി എന്നാ. മീനാക്ഷി, നമ്മുടെ മൂന്നാർ ക്യാമ്പിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഫ്രൈഡേ രാവിലെ ഇവിടുന്ന് തിരിക്കുക. ഞാനിപ്പോ അച്ഛന്റെ കൂടെ, അതുകൊണ്ട് ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ആദർശേട്ടനോടൊപ്പം എവിടെ പോവാനും അച്ഛന് സന്തോഷ. നമ്മുടെ ക്യാമ്പ് ഒരു വലിയ വിജയമാക്കണം. തീർച്ചയായിട്ടും. സാമൂഹ്യ സേവന രംഗത്ത് നമ്മുടെ സംഭാവനകൾ എന്താണെന്ന് ഈ ക്യാമ്പിൽ കൂടി മറ്റുള്ളവർ തിരിച്ചറിയാൻ പോവുക. ഹലോ ഹലോ, മോന്റെ പേര് ആദർശ് എന്നല്ലേ? അതെ, ആദർശാണ്. ഈ നേച്ചർ ക്യാമ്പെല്ലാം നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർ? ആ, അതന്നെ. മൂന്നാറിലെ ഈ വരുന്ന ആഴ്ച ക്യാമ്പ് ഉണ്ടല്ലോ അല്ലേ? അതെ, ഉണ്ട്. ക്യാമ്പിലേക്ക് 2 പേരെയും കൂടി ഉൾപ്പെടുത്തണോന്ന് പറയാനാ വിളിച്ചേ. അല്ല, അതൊക്കെ ക്ലോസ് ചെയ്തു. ഇനി ക്യാമ്പിലേക്ക് പാർട്ടിസിപ്പന്റിനെ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇല്ല, ക്ലോസ് ചെയ്തിട്ടില്ല ആദർശേട്ടാ. അയ്യോ മോനെ, അങ്ങനെ പറയരുത്. ഞങ്ങള് 2 പേരുണ്ട്. 2 പേരും സ്ത്രീകളാ. സ്ത്രീകളാവുമ്പോ മോന് ഉറപ്പായിട്ടും എൻട്രി കൊടുക്കുമല്ലോ. നിങ്ങളെന്താ എന്നെ കളിയാക്കണോ? ആരാ നിങ്ങള്? ആരാണെന്നോ? വലതുവശത്തേക്കൊന്ന് നേരെ തിരിഞ്ഞു നോക്കിയാ മതി, കാണാം.
ഹലോ, ആരാ ആരാ നിങ്ങള്? എന്റെ പേര് അപർണ. ഞാൻ സുധാമണി. ആ, ഞങ്ങളൊരു സംഘടനയുടെ ആൾക്കാരാ. സംഘടനയുടെ പേര് പെൺശക്തി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അംഗങ്ങൾ. എന്തായാലും ഒരുപാട് പേര് വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഞങ്ങൾ വന്നത് ഞങ്ങളെയും കൂടെ മൂന്നാർ കൊണ്ടുപോണം, ക്യാമ്പിലേക്ക്. അമ്മേ, അപർണേച്ചി, എന്താ ഇത്? അയ്യോ അപ്പുമോളെ, ദേ നമ്മളെ മീനാക്ഷി. മീനുട്ടി, മോളിവിടെ നിക്കായിരുന്നോ? മോള് മൂന്നാർ പോകുന്നുണ്ടോ? ദേ, വെറുതെ വഴക്കുണ്ടാക്കരുത്. അച്ഛനെ ഞങ്ങളെയൊന്നും ഇഷ്ടമല്ലെന്ന് അറിയാം. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ ഓരോ കുറ്റം കണ്ടുപിടിക്കുമെന്നും അറിയാം. ആഹാ, മോളിത് എന്തൊക്കെയാ പറയുന്നേ? മോളെ, മോള് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കട്ട സപ്പോർട്ടാ ഞങ്ങള്. ഞങ്ങൾ ഒരു കാര്യേ പറയുന്നുള്ളൂ, ഞങ്ങളെയും കൂടി മൂന്നാറിന് കൊണ്ടുപോകണം. ആ, പറഞ്ഞ വിശ്വസിക്കില്ല ആദർശേ. സാമൂഹ്യ സേവനം എന്ന് വെച്ചാ ഞങ്ങള് ചാകും. രാവിലെ ഉണർന്നു കഴിഞ്ഞാ ആദ്യം ആലോചിക്കുന്നത് ഇന്നെന്ത് സാമൂഹ്യ സേവനം ചെയ്യാന്നാണ്. എന്നിട്ടേ നമ്മൾ ചായ പോലും കുടിക്കുള്ളൂ. എന്താ കളിയാക്കണോ? മീനാക്ഷി, എന്താ ഇത്? അമ്മയോടും ചേച്ചിയോടും മാന്യോട് സംസാരിക്കാൻ പറ. ശരി അപ്പുമോളെ, എന്നാ പിന്നെ മാന്യമായിട്ട് സംസാരിക്കാം. പെൺകുട്ടികളെ വഴി തെറ്റിക്കും. അമ്മേ, ആദർശേട്ടന് ആവശ്യമില്ലാതൊന്നും പറയരുത്. മൂന്നാർ പോന്നോണ്ടല്ല അടിച്ചത്, എന്റെ ദേഹത്തെ തൊട്ടതിനാ. പറ മക്കളെ, മൂന്നാറിൽ ഞങ്ങളെയും കൂടെ കൊണ്ടുപോവോ? ആളറിഞ്ഞോണം കളിക്കാൻ. ഓ, അറിഞ്ഞടാ മക്കളെ, നിന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളും ഞങ്ങൾ അറിഞ്ഞു. നീ ആര്, എന്തിനാ മീനാക്ഷിയുടെ പുറകെ നടക്കുന്നത് ഒക്കെ അറിഞ്ഞു. പ്രമോദല്ലേ നിന്റെ സ്പോൺസർ. അവന്റെ മകനെ ഞാനും അമ്മയും കൂടെ തല്ലി മീനാക്ഷിക്ക് വേണ്ടി. അതിന്റെ പകരം വീട്ടിലല്ലേ ഇതൊക്കെ? ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇല്ലാത്ത കാര്യമാണോ ഉള്ള കാര്യമാണോ എന്നൊക്കെ പോലീസ് തീരുമാനിച്ചോളും. അല്ല, ജയിലിൽ കിടന്ന് നിനക്ക് നല്ല ശീലം ഉണ്ടല്ലോ. കൊച്ചിയിൽ കഴിഞ്ഞ മാസം നിന്റെ പേരിലെ 2 കേസ് ഉണ്ടായില്ലേ? ശരി, മൊത്തത്തില് നിനക്ക് എത്ര കേസുണ്ട്? അമ്മേ, ഇതെന്നെ അപമാനിക്കുന്ന പോലെയാ. നിന്നോട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മിണ്ടി പോകരുത്. പോവിടുന്ന് പോകാനാ പറഞ്ഞ്. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, പോലീസ് വന്നിട്ട് പോയാ മതി. വണ്ടിയുടെ താക്കോൽ തരാനാ പറഞ്ഞേ. പെട്ടൂന്ന് മനസ്സിലാക്കി തടി തപ്പാണല്ലേ? ഇനി എങ്ങാനും എന്റെ മോളുമായിട്ട് സംസാരിക്കാൻ വന്ന ഒറ്റയ്ക്ക് കൊത്തിച്ചോളി നിന്നെ. നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ച ആളിനോട് അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ടെന്ന് പറ. ഡാ, ഇനി നീ മീനാക്ഷി ശല്യപ്പെടുത്തോ? അത് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. പോലീസ് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാ. അതിന് വേണ്ടുന്നത് എന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ പറയടാ, എന്റെ മോളുടെ പിന്നാലെ നടക്കോ? ഇല്ല. പാവപ്പെട്ട പെൺകുട്ടികളെ ഇനിയും ചതിക്കാൻ ഇറങ്ങിയ ഇവനെ ജീവിച്ചിരിക്കില്ല. എടുത്തോണ്ട് പോടാ. മീനാക്ഷിക്ക് നമ്മളോടുള്ള വൈരാഗ്യം കൂടുവോ? ഇല്ലമ്മേ, അവള് സത്യം തിരിച്ചറിയുന്ന ഒരു ദിവസം ഉടൻ വരും. അന്ന് അവക്ക് മനസ്സിലാവും അമ്മ ആരാണെന്നും അവൻ എന്താണെന്നും. അതെനിക്ക് ഉറപ്പാ. അമ്മ വിഷമിക്കാതെ. സത്യം പറഞ്ഞ ഇത്രയും വലിയ നാണക്കേട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവിടെ വെച്ച് ചത്താലും കുഴപ്പമില്ലെന്ന് തോന്നിപ്പോയി. കൊച്ചേട്ടനൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏട്ടന്റെ കൂട്ടുകാരെ ഏട്ടന്റെ മുന്നിൽ വെച്ച് അപമാനിക്കാന്ന് വെച്ചാ. മോള് പറഞ്ഞില്ലേ അച്ഛൻ ആദർശനോട് സംസാരിച്ചിരുന്നെന്ന്? പറയുന്നൊന്ന് കേൾക്കാനുള്ള ക്ഷമ വേണ്ടേ? ഭദ്രകാളിയെ പോലെ എന്നൊക്കെ പറയൂലോ, അതുപോലെയായിരുന്നു അമ്മ. അപർണേച്ചി അതുപോലെ തന്നെ. അച്ഛൻ പറഞ്ഞത് ശരിയാ അച്ഛാ.
അപർണേച്ചി തന്നെയാ അമ്മയും കൂടി ഈ രീതിയിലേക്ക് ആക്കിയത്. അമ്മയെ അപർണേച്ചിയും എന്തു പറഞ്ഞിട്ട് ആദർശിനെ വഴക്കു പറഞ്ഞേ? ആദർശ് കുഴപ്പക്കാരനാണെന്ന് എവിടുന്നോ കുറെ ഫോട്ടോയും വാർത്തയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷോപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കാനാണോ പ്രയാസം? ഹലോ മീനാക്ഷി. ഹലോ ആദർശേട്ടാ, അമ്മ അപർണേച്ചിയും പോയോ? ആ പോയി. ആദർശേട്ടാ, മൂന്നാർ ക്യാമ്പിന് മാറ്റം ഒന്നും വേണ്ട. ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചു. ഞാൻ ദേ അച്ഛനെ കൊടുക്കാം. അയ്യോ മീനാക്ഷി വരട്ടെ, ഫോൺ കൊടുക്കാൻ വരട്ടെ. എന്താ ആദർശേട്ടാ? അല്ല, ക്യാമ്പ് നമുക്ക് മറ്റൊരു സമയത്തേക്ക് മാറ്റാം. ഞാൻ ചിലപ്പോ കുറച്ച് ദിവസം സ്ഥലത്ത് കാണില്ല. എന്താ ആദർശേട്ടാ, അമ്മ അപർണേച്ചിയും പറഞ്ഞുകൊണ്ടാണോ? ഏയ് അല്ല, അതൊന്നുമല്ല. എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ ഫോൺ കട്ട് ചെയ്യണേ. അല്ല ആദർശേട്ടാ പറയട്ടെ. ആദർശേട്ടന് ആകെ ഫീലായി. ഇനി കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടോ പോവാണെന്ന്. സത്യം പറഞ്ഞിട്ട് കൺട്രോൾ പോവാ. മോളെ, എന്റെ മോള് സമാധാനപ്പെട. അച്ഛൻ ആദർശനെ കാണാം, ഒക്കെ സംസാരിക്കാം. മോള് ടെൻഷൻ ആവണ്ട. അച്ഛന്റെ ഈ വാക്ക് കേൾക്കുമ്പോ തന്നെ പകുതി സമാധാനമായി. എന്തായാലും അച്ഛന്റെ ഡിവോഴ്സിന്റെ കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കണം. കേട്ടോ ചേട്ടാ? വാ. അങ്കിളെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്താ കിരണേ? അപർണയെ സംബന്ധിച്ച് താലി കെട്ടിയ ഭർത്താവ് എന്ന് പറയുന്നത് വലിയൊരു വീക്ക്നെസ്സാ. ഞാൻ കരുതിയത് ബാലുവിന്റെ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിയ അവരുടെ മനസ്സും അകലുമെന്നാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. സംശയവും അടിയും ബഹളവും ഒക്കെ ആണെങ്കിലും രണ്ടിന്റെ മനസ്സങ്ങ് ഒട്ടിച്ചേർന്ന് കിടക്കുക. അത് ശരി. അപ്പോ ഇത്ര പെട്ടെന്ന് നീ അങ്ങ് പരാജയം സമ്മതിച്ചല്ലേ? അടിയറവ് പറഞ്ഞല്ലേ? തോൽവി സമ്മതിച്ചെന്നോ? ഈ കിരണോ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് പറയാറില്ലേ അങ്കിളെ? ഞാൻ 4ാമത്തെ മുറ അങ്ങ് പ്രയോഗിക്കാൻ പോവാ. ദണ്ഡം. ദണ്ഡോ എന്ന് വെച്ചാ അവനെ അങ്ങ് തട്ടിക്കളയാൻ പോവാണെന്ന്. കിരണേ, ആലോചിച്ചാണോ ഇതൊക്കെ പറയുന്നത്? പൂർണ്ണമായിട്ടും ആലോചിച്ചു. നല്ല വൃത്തിക്ക് ആലോചിച്ചു. അപ്പൊ മനസ്സിലായി ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന്. അവനും ഞാനും ഇനി ഈ ഭൂമിയിൽ ഒരുമിച്ച് വേണ്ട. ഞാൻ മതി ഈ ഭൂമിയില്. ഞാൻ മാത്രം മതി. അവനങ്ങ് ആകാശത്ത് നിന്ന് താമസിക്കട്ടെ. അവന്റെ കാര്യത്തിന് ഞാനൊരു കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഉറപ്പിച്ചങ്കളെ, അവൻ ഇനി ജീവിക്കണ്ട. അവൻ മരിച്ചിട്ടും അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവളും ജീവിക്കണ്ട. ഞാൻ ഉറപ്പിച്ചങ്കളെ, ഒരു ആത്മഹത്യ എന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഭാര്യ പിണങ്ങിപ്പോയതിന്റെ ദുഃഖത്തിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അങ്ങനെയായിരിക്കും വാർത്ത വരുന്നത്. കിരണേ, കൃത്യമായ ആൾക്കാരെ മാത്രമേ ഏർപ്പാടാക്കാവൂ. അതൊക്കെ എനിക്ക് അറിയാമെങ്കിലേ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്ത അടുത്ത ആഴ്ച തന്നെ കേൾക്കാം.
ബാലോട്ട് കുളിക്കാണോ? വേണ്ട, ഇങ്ങോട്ട് വിളിക്കട്ടെ. ആ അപർണേച്ചിയോ? ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നില്ല. അച്ഛനെതിരെ അമ്മയോട് കുറ്റവും പറഞ്ഞു. അച്ഛനെ അമ്മയെ തെറ്റിക്കുകയും ചെയ്തു. വേണ്ട, അപർണേച്ചി വിളിച്ചത് ബാലോട്ട് അറിയണ്ട. ഹലോ. ഹലോ, ഞാൻ രേണുകയാ. ഓ, രേണുക മാഡം ആണോ? എന്ത് വേണം രേണുക കുട്ടി? സുധാമണി, നമുക്കൊന്ന് കാണണം. സുധാമണി ഓഫീസിലേക്കൊന്ന് വരുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോടാ, രേണുക മാഡത്തെ പോലൊരു മാഡം കോളനിയിലേക്ക് വരികയെന്ന് വെച്ചാ, അയ്യോ അതെനിക്കൊരു വലിയ സങ്കടമാ. മാഡം വേറെ ലെവലല്ലേ മാഡം. ഞാൻ അങ്ങോട്ട് വരാം മാഡം. എന്ന് വേണമെന്ന് മാഡം പറഞ്ഞാ മതി. ഞാൻ വരാം മാഡം. സത്യത്തിലൊന്ന് മാഡത്തിന് കണ്ടതിന് ശേഷം ഒരു വരവ് കൂടി വരണമെന്ന് കരുതിയതാണ് മാഡം. വരാൻ പറ്റിയില്ല മാഡം. ഇത്തവണ എന്തായാലും വരാം മാഡം. സുധാമണി എന്നെ പരിഹസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ രേണുക അങ്ങനെ പറയുന്നത്? ഞാൻ രേണുകയെ പരിഹസിക്കൂ? രേണുക എന്ന് വെച്ച ആരാ? എന്റെ ഭർത്താവിന്റെ ഭാര്യയല്ലേ? അങ്ങനെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഭവതിയെ ഞാൻ കളിയാക്കോ? ഏയ്, ഒരിക്കലുമില്ല. എന്ന് വരണോന്ന് പറഞ്ഞാ മതി. സുധാമണി റെഡി. നാളെ കാണാമോ? രേണുക മാഡം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നമ്മൾ കണ്ടിരിക്കും. ഇത് സുധാമണിയുടെ വാക്കാ. ഒരു വരവ് കൂടി വരുന്നുണ്ട്. ഹലോ സാർ. നീ ഇപ്പൊ എവിടാ? സിറ്റിയിലുണ്ടോ? ഉണ്ട് സാർ. ഒരു ചെറിയ സംഭവമുണ്ട്, ഒന്ന് കൈകാര്യം ചെയ്യണം. ഓ, ആളാരാണ് സാർ? അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ നിന്റെ മൊബൈലിൽ അയക്കാം. റോഡിൽ വെച്ചങ്ങ് തീർത്താ മതി. റോഡ് അപകടം, ആ രീതിയിൽ കാര്യങ്ങൾ വരണം. അതൊക്കെ വേണ്ട രീതിയിൽ നോക്കിക്കോളാം സാർ. സാർ ഒന്നും അറിയണ്ട. MG റോഡിൽ നിന്ന് KK മോളിന്റെ സൈഡ് റോഡിലുള്ള പാലം വഴിയാവും വരുന്നത്. ബൈക്കിലായിരിക്കും. ഓൺ ദ സ്പോട്ടിൽ തീരണം. അതൊക്കെ കൃത്യമായിട്ട് തീർത്തോളാം സാർ. സാർ അവന്റെ ഫോട്ടോയും അയച്ചു തന്നാ മതി. ശരി.